കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കുട്ടികളെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തത് 2018-ലാണ്. കഴിഞ്ഞ വർഷം 193 കേസുകളാണ് സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത്, 33 കേസുകൾ. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും. 2018-ലെ 193 കേസുകളിൽ 227 പ്രതികളാണുള്ളത്. ഇതിൽ 198 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാതാകുന്ന കുട്ടികളെ സംബന്ധിച്ച കേസുകൾ ഒരു ഗ്രേവ് നാച്ചർ ഓഫ് ഒഫൻസായി പരിഗണിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിൻ്റെ അന്വേഷണം നടത്തണമെന്ന ഒരു ഉത്തരവ് DG പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാണാവുന്ന കുട്ടികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പല രൂപത്തിൽ കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങളുണ്ടാവുന്നു. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് വിവരം കൈമാറാനുണ്ടാവുന്ന കാലതാമസം അന്വേഷണത്തെ ബാധിക്കുന്നതായും പറയുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീടുകളിൽ നിന്ന് കുട്ടി മിസ്സായി കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു പോകുക, പോലീസിനെ അറിയിക്കാതെ മറ്റ് ബന്ധു വീടുകളിൽ, അതുപോലെ തന്നെ ആ കുട്ടി പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ചു പോകുന്ന ഒരു കാലതാമസം ഇവരെ കണ്ടെത്തുന്നതിൽ വളരെ ഒരു പ്രധാനമായൊരു ഇഷ്യൂ ആണ്. കുട്ടികളെ കാണാതാവുന്ന കേസുകളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം വളരെ കുറവാണ്. സംസ്ഥാനത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കോഴിക്കോട്.